കാക്കനാട് തുതിയൂർ റോഡിൽ വൻ അപകടം. റോഡിലെ കൂറ്റൻ ഗർത്തത്തിൽ വീണ് നിയന്ത്രണം വിട്ട ടോറസ് ലോറി സെസ്സിൻ്റെ മതിലും വൈദ്യുതത്തൂണും ഇടിച്ചു തകർത്തു. 3 മാസങ്ങൾക്ക് മുമ്പാണ് ഈ റോഡിൽ അപകടകരമായ രീതിയിൽ വലിയ ഗർത്തം രൂപപ്പെടുന്നത്. തുടർന്ന് സമീപത്തെ MK കൃഷ്ണൻ സ്മാരക വായനശാല പ്രവർത്തകർ ഇവിടെ അപായ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും PWD അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. നിലവിൽ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും 5 അടിയോളം ആഴമുള്ള മറ്റൊരു വൻ ഗർത്തം കൂടി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ പാത. ഇനിയും വലിയൊരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ എത്രയും വേഗം റോഡിലെ ഗർത്തങ്ങൾ അടയ്ക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. പാതാളത്തെ കുഴിയാണ്. ശരിക്കും PWD അനാവസ്ഥയാണ്. കാരണം ഇതിനു മുൻപ് ഇതുപോലെ വന്നിട്ട് ഇവിടെ ദേശാമാനിയുടെ പത്രപ്രവർത്തകൻ നായനാരോട്ട് ഇത് വെച്ചതാണ്. അപ്പുറം സൈഡിൽ കൊണ്ടു വെച്ചാൽ അവർ വന്നിട്ട് ഇത് പരിശോധിച്ചില്ല. അപ്പൊ ഇത് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായി. ഈ തുതിയൂരടക്കം എണ്ണ വൈറ്റിന്റെ ഭാഗത്തേക്കൊക്കെ പോണ വാഹനങ്ങൾ കൂടെ എന്തോരം വാഹനങ്ങൾ, ആയിരക്കണക്കിന് വാഹനങ്ങൾ കൂടെ അന്ന് നായനാർ ഇടപെട്ട ആ ഒരു കാര്യം ചെയ്തില്ല. അപ്പൊ ഇത് അവരന്ന് പരിഗണന എടുക്കണ്ടേ? അവരതിനവിടെ ഒരു സംരക്ഷണ ഭിത്തി കെട്ടി അല്ലെങ്കിൽ ആ റോഡ് അത്രയും മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ല. ഇത് കണ്ട നിങ്ങൾ ഈ കുഴി കണ്ട നോക്കിയേ, 4 അടി താഴ്ച മേലുണ്ട്. ഈ ടോറസ് പോയി ഇത്രയും വലിയ സംഭവം. ഇതിന് മുൻപ് സെസ്സിന്റെ മതിൽ വീണ് പല ആളുകളും മരിച്ചിട്ടുണ്ട്. അപ്പൊ സെസ്സിന്റെ മതിലും ഇതുണ്ട്. കാരണം മരങ്ങൾ വളർന്ന് പന്തലിച്ച് ആ മതില് അപകടകരമായ രീതിയിലേക്കാണ്. ഈ വാർഡിലുള്ള ആൾക്കാർ എത്ര പ്രാവശ്യം പരാതി വരുമെന്നറിയാമോ? ഇത് PWD അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. നേരത്തെ ഭാരം കൂടിയ വാഹനങ്ങൾ ഇതിൽ വിടണ്ടായില്ല പാലച്ചോട് റോഡ് ഇടിഞ്ഞപ്പ. പിന്നീട് ഇപ്പൊ ഇവര് മെട്രോന്റെ വർക്കുമായി ബന്ധപ്പെട്ട് എളുപ്പവഴിയാണുകൊണ്ട് പരിശോധന പറഞ്ഞുകൊണ്ട് ഇതിലേ കൂടി പോണതാ. അടിയന്തരമായിട്ട് ഇതിലെ ഭാരം കയറ്റിയ വാഹനങ്ങൾ എന്തായാലും ഇതിലെ വിടരുതെന്നാണ് നമ്മളുടെ തീരുമാനം.